എല്ലാ മറ്റന്മാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ പ്രൈം ഗാർപ്പാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈം റോജറാണോ പവർഫുൾ എന്നാണ്. ഈ കാര്യത്തെപ്പറ്റി പലർക്കും പലതരത്തിലുള്ള അഭിപ്രായമാണ് ഉണ്ടാകുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൊണ്ട് അനബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ റോജറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, റോജർ ആയിക്കോട്ടെ 3 തരം ഹാക്കിയിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല, നമ്മുടെ വൺ പീസിൽ തന്നെ സുപ്രീം ഗ്രേഡ് ബ്ലേഡ്സിൽ ഒന്നായ എയ്സ് എന്ന് പറയുന്ന ബ്ലേഡ് നമ്മുടെ റോജറിൻ്റെ കയ്യിലുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോജർ പൈററ്റ് കിങ് എന്ന പദവി അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ഗാർപ്പിന് നമ്മുടെ റോജറിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ഗാർപ്പ് നമ്മുടെ റോജറിനെക്കാളും വീക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റൊന്നല്ല, നമ്മുടെ സ്റ്റോറിയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഗാർപ്പും റോജറും തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ 2 പേർക്കും ജയിക്കാനോ അതങ്ങ് ഒരാളെ തോൽപ്പിക്കാനോ പറ്റിയിട്ടില്ല. ഇവർ ഫൈറ്റ് ചെയ്തപ്പോഴൊക്കെ ആ ഫൈറ്റ് ഡ്രോയിലാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരിൽ ആരാണ് പവർഫുൾ ആരാണ് വീക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമ്മുടെ റോജർ ഫൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത് നമ്മുടെ എയ്സ് എന്ന് പറയുന്ന ഈ സുപ്രീം ഗ്രേഡ് ബ്ലേഡാണ്. നമുക്കറിയാം ഒരു സുപ്രീം ഗ്രേഡ് ബ്ലേഡ് ഒരു ഫൈറ്റിൽ എത്രമാത്രം അഡ്വാൻറ്റേജ് നമുക്ക് നൽകുമെന്ന്. നമുക്കറിയാം ഒരു ഡെവിൽ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എത്രമാത്രം അഡ്വാൻറ്റേജ് ഒരു ഫൈറ്റ് കിട്ടുമെന്ന്. അതുപോലെ തന്നെയാണ് ഒരു സുപ്രീം ഗ്രേഡ് ബ്ലേഡ് ഉണ്ടെങ്കിലും. പക്ഷേങ്കിൽ ഈ ബ്ലേഡ് കൺട്രോൾ ചെയ്യാനും അറിയണം. നമുക്കറിയാം നമ്മുടെ റോജർ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഈ ബ്ലേഡ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ റോജറിന് ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റോജറിന് ഈ ഫൈറ്റിൽ വളരെ നല്ല അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗാർപ്പ് ഫൈറ്റ് ചെയ്യുന്നത് വെറും ഫിസ്റ്റ് വെച്ചിട്ടാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗാർപ്പിൻ്റെ ഓൾഡ് ഏജിൽ തന്നെ നമ്മുടെ ഹാച്ചിനോസു നമ്മുടെ ഗാർപ്പ് ഒരു പഞ്ചിൽ തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ട്, ഒരു ഐലൻഡ് തന്നെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ പ്രൈം ഗാർപ്പ് ഒരു ഗാലക്സി ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന എഫക്റ്റ് എത്രമാത്രം ആയിരിക്കും. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോജറിൻ്റെ കയ്യിൽ ഒരു സോഡുണ്ട്. നമ്മുടെ ഗാർപ്പ് ഫൈറ്റ് ചെയ്യുന്നതായിക്കോട്ടെ വെറും ഫിസ്റ്റ് മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഗാർപ്പ് നമ്മുടെ റോജറിനെക്കാട്ടും പവർഫുൾ ആണെന്ന്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ റോജറിൻ്റെ കയ്യിൽ ഈ സോഡില്ലെങ്കിൽ നമ്മുടെ റോജർ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ ഗാർപ്പിൻ്റെ കൂടെ വളരെ കഷ്ടപ്പെടേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ റോജർ ഒരു സോർട്സ്മാനാണ്. അപ്പോൾ നമ്മുടെ ഗാർപ്പിൻ്റെ കൂടെ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ നമ്മുടെ റോജർ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഗാർപ്പിനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഗാർപ്പ് ആദ്യം ഫൈറ്റ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള വെപ്പണും യൂസ് ചെയ്താണ്. നമ്മുടെ റോജർ ആയിക്കോട്ടെ എയ്സ് എന്ന് പറയുന്നൊരു വെപ്പണും യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ റോജർ നമ്മുടെ ഗാർപ്പുമായിട്ട് ഒരു വെപ്പൺസിന് സഹായമില്ലാതെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗാർപ്പ് തന്നെ ജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പവർഫുൾ ഗാർപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇനി എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമയുടെ ലിങ്കോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനിമയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. എന്നാൽ മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.